മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതി. ഇളമ്പള്ളൂർ അഞ്ചുമുക്കിന് സമീപം മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് എതിരെയാണ് ജനകീയ സമരസമിതി രംഗത്തെത്തിയത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ടവർ സ്ഥാപിക്കുന്നത് എന്ന് സമരസമിതി ആരോപിക്കുന്നു. ഇളമ്പള്ളൂർ അഞ്ചുമുക്കിന് സമീപം മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിനെതിരെയാണ് ജനകീയ സമരസമിതി രംഗത്തെത്തിയത്. ജനസാന്ദ്രത ഏറിയ സ്ഥലത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ടവർ സ്ഥാപിക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു. ഒരു പൊടിപ്പ് മില്ലിന് സമീപത്തായിട്ട് ഒരു മൊബൈൽ ടവർ നിർമ്മിച്ചു വരുന്നുണ്ട്. അത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയായി വന്നിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജനകീയ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. ഈ ജനകീയ സമിതിയുടെ കൺവീനർ എന്ന് പറയുന്നത് ശ്രീ രവീന്ദ്ര പ്രസാദ് അവറുകളാണ്. പ്രദേശവാസികളുടെ സമ്മതവും ഇതിനായി വാങ്ങിയിട്ടില്ല. ഹൃദ്രോഗികളും അർബുദ രോഗികളും കുട്ടികളുമുള്ള പ്രദേശത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നത് അപകടകരമാണെന്നും ഇവർ പറയുന്നു. നിലവിൽ പ്രദേശത്ത് 4 ടവറുകളുണ്ട്. നിയമവിരുദ്ധമായി ടവർ സ്ഥാപിക്കുന്നതിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് സമരസമിതി കൺവീനർ ആർ രവീന്ദ്രപ്രസാദ്, പി ജോസഫ്, വിനോദ് ജി പിള്ള, നിസാർ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത് താമസിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പോലും അറിയാതെ അതീവ ഗോപ്യമായി യാതൊരു പരിശോധനകളോ അന്വേഷണങ്ങളോ ഈ ടവർ നിർമ്മാണം അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമായ സാഹചര്യമാണോ നിലവിലുള്ളത് ആ പ്രദേശത്ത് എന്നുപോലും അന്വേഷിക്കാതെ ഒരു സുപ്രഭാതത്തിൽ അവിടെ ഉണ്ടായിരുന്ന റബ്ബർ മരങ്ങളെല്ലാം വെട്ടിമാറ്റി അവിടെ JCB കയറ്റി വലിയ കുഴി ഒഴിച്ച് എപ്പോഴൊന്നും ആരും അറിയുന്നില്ല എന്താണ് പ്രവർത്തനം. ആ വസ്തു ഉടമയോട് പലരും ചോദിച്ചപ്പോൾ അവർ പല മറുപടികളാണ് ആവശ്യങ്ങൾ ഇന്ന് പല ആവശ്യങ്ങൾ മാറി അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അപ്പോഴത്തേനും ആൾക്കാർക്ക് സംശയം വന്നു. ഒരു ദിവസം രാത്രിയിൽ 2 റെഡി മിക്സ് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്കും ഒന്നും അറിയത്തില്ല എന്നാണ് പറഞ്ഞത്. പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടെ ഒരു വിവരവുമില്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.